ചേട്ടാ, ഈ എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തേക്ക് വരികയാണ്. ഈ ജെഫ്രി എപ്സ്റ്റീൻ ബന്ധപ്പെട്ട ഫയലുകൾ പുറത്തുവിടാനുള്ള തീരുമാനത്തിന് അനുകൂലമായിട്ടാണ് അമേരിക്കൻ ജനപ്രതിനിധി സഭയും സെനറ്റും ചെയ്തത്. ഒരു രാജകുടുംബാംഗത്തിന് ഈ ഫയലുകളിൽ കുരുങ്ങി രാജപദവിയൊക്കെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയൊക്കെ അധികം നാളായിട്ടില്ല. അപ്പോൾ ഈ ഫയൽ പുറത്തു വരുന്നത് ഒരു കൊടുങ്കാറ്റുണ്ടാക്കുമോ? ജെഫ്രി എപ്സ്റ്റീൻ ആഗോളതലത്തിൽ തന്നെ പല രാഷ്ട്രീയക്കാരുടെയും അതുപോലെ മറ്റ് സമ്പന്നരുടെയും ഒക്കെ ഉറക്കം കെടുത്തുന്നതായിട്ട് തുടങ്ങിയിട്ട് ഏറെ നാളുകളായി. US കോൺഗ്രസിൽ ഇപ്പോൾ ഐക്യകണ്ഠേനയാണ് ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനെ കുറിച്ചുള്ള ഈ നീതിന്യായ വകുപ്പിന്റെ ഇപ്പോൾ അവരുടെ കൈവശമുള്ള ഫയലുകൾ പുറത്തുവിടാൻ വോട്ട് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 427 പേർ അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ ഒരാൾ മാത്രമാണ് അതിനെ എതിർത്ത് വോട്ട് ചെയ്തത്. ഇനിയിപ്പോൾ ഈ ബില്ലിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പിടുക എന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, ട്രംപ് ഒപ്പിടുമെന്നുള്ള സൂചനകളാണ് വൈറ്റ് ഹൗസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. എപ്സ്റ്റീനുമായിട്ടുള്ള ഈ ട്രംപിന്റെ സൗഹൃദം എല്ലാ കാലത്തും ട്രംപിനെ രാഷ്ട്രീയമായി വേട്ടയാടുന്നുണ്ടായിരുന്നു. ജയിൽ ശിക്ഷ അനുഭവിക്കുകയായിരുന്ന എപ്സ്റ്റീൻ 2019 മൻഹാട്ടനിലെ ജയിലിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. നമുക്കറിയാം, സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ വളരെ തിരക്കിന്റെ ഇടയിൽ മാധ്യമപ്രവർത്തകർ ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും ഉന്നയിച്ചു. അദ്ദേഹം പറഞ്ഞത് തനിക്ക് ജെഫ്രി എപ്സ്റ്റീനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അതുമാത്രമല്ല ഈ എപ്സ്റ്റീൻ ഒരു വികൃത സ്വഭാവക്കാരനാണെന്ന് കണ്ടതോടെ വർഷങ്ങൾക്ക് മുമ്പ് അയാളെ തന്റെ സർക്കിളിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കിയെന്നാണ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. കൃഷ്ണ ഹാഷ്മി. ഒരു ഇന്റർനാഷണൽ പുരുഷ ദിനം അങ്ങോട്ടും, അപ്പൊ അമേരിക്കയിലുള്ള എല്ലാ പുരുഷന്മാരോടും ഞങ്ങളുടെ ആശംസകൾ അറിയിച്ചോളൂ. ഷുവർ, താങ്ക് യു. വെൽക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.